അങ്ങനെ നമ്മളെ പരിപാടിയായ റീസ്റ്റോറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഇതാ കിടക്കുന്ന മുതലിന് എന്ത് ചെയ്യണം, പഴയ പടി സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. വണ്ടി കണ്ടിട്ട് നമുക്കൊരു ജീപ്പ് റാംഗ്ലറിന്റെ ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതായിരിക്കാം. ഇനി എന്തായാലും ചെറുക്കിനെ പക്കയായിട്ട് പണി ചെയ്ത് മാക്സിമം അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി ഇറക്കണം. ബാക്ക് ടു ലൈഫ് അടിപൊളിയായിട്ട് കൊണ്ടുവരണം. നമ്മൾ വേറെ ചേഞ്ച് കളറൊക്കെ ചെയ്ത് പക്കയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോകാം, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വളരെ ഡസ്റ്റി കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ടോട്ടലി 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ റീസ്റ്റോറേഷൻ പരിപാടി ചെയ്യുന്നത്. 3ാമത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫൈനൽ പാർട്ട് അടിപൊളിയായി കൊണ്ടുവരുന്നതായിരിക്കും. എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയുടെ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതിനെ ആദ്യം നമുക്ക് ക്ലീനിങ് ലിക്വിഡ് വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ബ്രഷ് വേണം. എന്നാലും നമുക്ക് ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലീനിങ്ങിനായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ്ങിനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്ലീനിങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം, ക്ലീനിങ് പ്രോസസ്സ്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ബോഡി മൊത്തത്തിൽ നമ്മൾ ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് പരിപാടിയിൽ നമ്മളെ പെയിൻറ്റ് റിമൂവിങ് ആയിട്ട് പെയിൻറ്റിംഗ് ആണ് വരാൻ പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വണ്ടിപ്രാന്തനായ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ് അറിയുന്നത്, അതായത് ഇതിൻ്റെ അടുത്ത പാർട്ടൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി നമ്മളെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.